சுயம்பு சரித்திரம் பாருடா சிரிக்கும் எரி மலதானடா കരയായിത്തീരും ഞാൻ ഉലകിൽ മായാത്ത ദൂരത്തായി ഭൂവിത്തായി നീ തീരാത്ത രൂപത്താളി സൂറത്തായി നീരിലേ ഇടവഴിയേ ഋതുവായി നദി പോലൊഴുകും ഇവിടെ നിങ്ങൾ ഫ്രീ മൈൻഡ് ജസ്റ്റ് ആസ് എ ഹ്യൂമൻ ഒരു മനുഷ്യനായിട്ടൊന്നും ഇവിടെ അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളെ ലെസൺസിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം. Just feel the vibration. കുഞ്ഞും പെരുപ്പുഞ്ചിരിക്കും. ഒരു ചെറിയ സ്നേഹ സമ്മാനം ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. സ്മൈലോട് കൂടി കണ്ണു തുറന്നതൊന്ന് ഉള്ളിൽ തോരാതെ പെയ്യുന്നേ മായുന്നല്ലോ മാനത്തെ പൊൻതിരി വാർന്നു പോ തേങ്ങുന്നല്ലോ തീരങ്ങൾ നോവിലലിഞ്ഞു പോ.
ഞാൻ ഒരിക്കലും ഇങ്ങനെ അല്ലായിരുന്നു. ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ട് ദിവസം കൊണ്ടാണ് എനിക്കിത് ചേഞ്ച് ആയത്. അപ്പൊ എനിക്ക് 2 ദിവസം കൊണ്ട് ചേഞ്ച് ആയിക്കണമെങ്കിൽ എല്ലാവർക്കും നമ്മുടെ മൈൻഡ് മാറും. നമുക്ക് ഇങ്ങനെ ഒരു ബെസ്റ്റ് പേഴ്സൺ ആവും, നമുക്ക് ബെസ്റ്റ് എന്റർപ്രണർ എങ്ങനെ ആവാം, നമുക്ക് ബെസ്റ്റ് വുമൺ എങ്ങനെ ആവാം, ബെസ്റ്റ് മദർ എങ്ങനെ ആവാം, ബെസ്റ്റ് എന്താ പറയാ ഒരു കുട്ടി എങ്ങനെ ആവാം. നമ്മുടെ ചൈൽഡിലോട്ട് പോയിട്ട് ആ ഹീലിംഗ്, ആ ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു അഫർമേഷൻ നമ്മൾ അടിമുടി നമ്മൾ മാറാൻ പോവാണ്. ഒരുപാട് ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ആ മെഡിറ്റേഷൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും നമ്മുടെ മൈൻഡ് ആ ഒരു ദിവസം എന്താ പറയുക ലോകം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വ്യക്തിത്വ രൂപീകരണം എന്നൊക്കെ പറയുന്നത്. എന്റെ മുഖത്ത് എപ്പോഴും ടെൻഷൻ ആയിരുന്നു. ഇപ്പൊ എന്തോ മാറ്റം, എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടല്ലോ. എന്ത് പറ്റി ചോദിച്ചെന്നോട്, അവർക്ക് അത് അറിയണം എന്താ പറ്റിയെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ മാറ്റമാണ് കാണുന്നത് പറഞ്ഞു. മനസ്സ് ഒരുപാട് ഫ്രീ ആയി. മറ്റേത് എപ്പോഴും ടെൻഷനായിരുന്നു. അതുപോലെ തന്നെ ഉമ്മാടും ഉപ്പാടും ഒക്കെ ഇപ്പോൾ കൂടുതൽ അറ്റാച്ച്മെന്റ് വന്നു. അവരെ ഹഗ് ചെയ്യാനും അവരെ ഉമ്മ കൊടുക്കാനും ഒന്നും ഇപ്പൊ ഒരു മടി തോന്നുന്നില്ല. റിലേഷൻഷിപ്പും നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ ഒരു 1 വീക്ക് കൊണ്ട് ശിവമാൻ പറഞ്ഞ പോലെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഇല്ല. കുറേയൊക്കെ ട്രാക്കിലായി. നെഗറ്റീവ് തോട്ട്സ് ഇല്ല, ആരോടൊരു ദേഷ്യവും ഇല്ല, ആരോടും മനസ്സിൽ ഒന്നുമില്ല. എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഒരു വർക്കും തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു നേട്ടം തോന്നിയത്. മറ്റേത് ഒരാളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അയാളോട് ഒരു വെറുപ്പും ദേഷ്യവും മാത്രമേ തോന്നില്ല. അപ്പൊ ആരോടും ആയിട്ടുമില്ല. ഒരു ഹസ്ബൻഡിനായിട്ടുള്ള സംസാരം എല്ലാം കൂടി എല്ലാം നല്ല ക്ലിയർ ആയി. കുറെ വിഷമിച്ച് പോയതായിരുന്നു കുറെ മുന്നേ. പിന്നെ അതിങ്ങനെ അങ്ങനെ തന്നെ ആയിപ്പോയി. കാരണം മാമ പറഞ്ഞപ്പോ എനിക്ക് എന്റെ മക്കളെടുത്തുള്ള ആ ബിഹേവിയർ പറ്റ ഇതാണ് എന്റെ ലെവല്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ മക്കൾ തന്നെ ഇങ്ങനെ എന്റെ ഒരു പ്രവർത്തനം കാണുമ്പോ ഉമ്മ എങ്ങനെ പറയുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത് അത്രമാത്രം എന്റെ ലൈഫിന് അത്രമാത്രം സ്വാധീനിച്ച കാര്യങ്ങളാണ് അതെല്ലാം. പിന്നെ മാം പറഞ്ഞ പോലെ ഈ ചിരിയുടെ പിന്നിൽ സങ്കടമായിരുന്നു. അത് ആർക്കും മനസ്സിലാവും, ആർക്കോ വേണ്ടി ചിരിക്കുന്ന പോലത്തെ ഒരു ചിരിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതും ആരൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നത് കാണാൻ എന്തോ ഇതുപോലെ പറഞ്ഞപ്പോ പേടിയായിരുന്നു പിന്നെ മുഖത്തേക്ക് ചിരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഫേസ് നമ്മളിങ്ങനെ മുറുക്ക പിടിക്കുന്ന ഒരു ഫേസ് ആക്കിയിട്ടായിരുന്നു. ചിരി വരുന്നാൽ പോലും അങ്ങനെ ചിരിക്കില്ലായിരുന്നു, പേടിയായിരുന്നു. അതെല്ലാം മാറി. അപ്പോ അത്രയും മാത്രം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ ഓരോ 13 വയസ്സിൽ മനസ്സിലേറ്റ ഒരു മുറിവ് അതൊക്കെ ഇങ്ങനെ അറിയാതെ ഞാൻ കരഞ്ഞു പോയി. പണ്ട് ഞാൻ കൗൺസിലിംഗിൽ വിശ്രമനോട് ഞാൻ പറഞ്ഞു മുന്നത്തെ ആ ഒരു ചിരി കൊണ്ടുവരണം. അത് തിരിച്ചു വന്ന പോലെ ഒരു ഫീൽ. ക്ലാരിറ്റിക്കോഡിലോട് വന്നതിന് ശേഷം ഞാനൊരു മൈൻഡ് കോച്ച് കൂടിയാണ്. പക്ഷെ എന്താ ഞാൻ അതിന്റെ ഒന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. പക്ഷെ ഞാൻ അതും പെൻഡിങ്ങിൽ ഇട്ടൊക്കെയായിരുന്നു. പിന്നെ ഇങ്ങനെ പഠിച്ചു അതും ഞാൻ പെൻഡിങ്ങിൽ ഇട്ടൊക്കെയായിരുന്നു. പക്ഷെ ഞാൻ മൈൻഡ് കോച്ചായിട്ട് ഞാൻ എന്താ പറയാ എനിക്ക് സെഷൻ എടുക്കാനുള്ള അവസരം വന്നപ്പോൾ ഞാൻ പിന്നെ ബാക്കിൽ നിന്നില്ല. ഞാൻ മുന്നിൽ തന്നെ വന്നിട്ട് ഞാൻ പേര് കൊടുത്തു, ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ വർഷം ആഗ്രഹിച്ച 2 വലിയ കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ PG ചെയ്യണം എന്നുള്ളതിട്ടുണ്ട്, MA സൈക്കോളജി. ആ ഒരു സന്തോഷം കൂടി ഞാൻ ഇതിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ ആക്റ്റീവായിട്ട് എനിക്ക് അതൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പുതിയ കാര്യങ്ങൾ പിന്നെ ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനൊരു ഗ്യാപ്പിട്ട് ഉള്ളതായിരുന്നു. ഇപ്പൊ അതിനകത്തൊക്കെ വീണ്ടും അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അങ്ങനെയൊക്കെ ഒരു വന്നത് മൈൻഡ് സെറ്റ്. അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത്. ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല എവിടെയും പ്രസന്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് കുറേ ചെറിയ ടെക്നിക്കുകളിലൂടെ നമ്മളെ മാറ്റിയെടുക്കണം. ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റി ഇത് നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമായിരിക്കും. ക്ലാരിറ്റിക്കോട് വന്നതിന്റെ ശേഷം നല്ല മാറ്റം. എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെ മാറിയോന്ന്. പക്ഷെ നമ്മൾ താനെ മാറിപ്പോകും. നമുക്ക് ഒരു പ്രശ്നം വരില്ല. നമ്മളെ എല്ലാ സങ്കടങ്ങളും പ്രശ്നങ്ങൾ വരും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മളെ തന്നെ അങ്ങോട്ട് മാറ്റാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എങ്ങനെ ഞാൻ നന്ദി പറയാൻ അറിയില്ല. ജോയിൻ ചെയ്തതിനു ശേഷം കുറെ തിരിച്ചറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തിരിച്ചറിവുകൾ. എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതൊന്നല്ല, നമ്മളിൽ കുറെ മാറ്റങ്ങൾ. അത് ഞാൻ കുറെ വിഷയങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് തന്നെ മാറ്റങ്ങൾ എടുക്കണം എന്നുള്ളത്. പക്ഷെ അതെങ്ങനെ എവിടെയൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. എവിടെ തീർന്നു, ഇനി ഇല്ല. എന്റെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും ഇനി പൂർത്തിയാക്കാൻ പറ്റില്ല, അതൊക്കെ അവസാനിച്ചു എന്ന് കരുതിയെടുത്തുന്നാണ് ഞാൻ ക്ലാരിറ്റിക്കോഡിൽ ജോയിൻ ചെയ്യുന്നത്. ശരിയാക്കി തന്നിട്ടുണ്ട് മാം. അങ്ങനെയല്ല, മാമിന്റെ കൂടെ കൂടിയതിനു ശേഷം ഒരുപാട് ആളുകളോട് ക്ഷമിക്കാൻ പഠിച്ചു. കുറെ ഞങ്ങൾ ക്ഷമിക്കും. ടെൻഷൻ ഇല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടാക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കൂലോ. പക്ഷെ കാണുന്നുണ്ട്. ഇപ്പൊ ഞാനൊക്കെ അതായത് നമ്മളൊരു കോട്ട് സൂട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മളെ അല്ല നമ്മളെ ഒരു ഭാവി നമ്മളെ ഇപ്പൊ അത് ചോദിച്ചല്ലോ, അതായത് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്. കാരണം ഇതുവരെ ആലോചിച്ച് തോന്നിയത് പഠിച്ചോനെ എന്തായാലും നേരിട്ട് വരില്ല. നമ്മളെ ലൈഫിൽ ഓരോരോ സംഘടനകൾ നമ്മൾ പറയുമ്പോൾ പഠിച്ചോന്റെ പ്രതിനിധിയായിട്ട് ഓരോ മനുഷ്യന്മാരെ നമ്മളെ ലൈഫ് കഴിക്കും.
അതായിരുന്നു മാമിന്റെ ലൈഫ്. ഹാപ്പി ആയത് എന്താന്ന് വെച്ചാല് ഒരുപാട് വർഷത്തെ എന്റെ ആഗ്രഹമാണ് ഞാനൊരു ഡോക്ടർ ആവാന്നുള്ളത്. അതിന് ആഗ്രഹിക്കാന്നല്ലാണ്ട് ഒരു സ്റ്റെപ്പ് പോലും MBBS BAMS അങ്ങനെയില്ല. ആൾക്കാർക്ക് രോഗം എന്തിൽ നിന്ന് സുഖപ്പെടണം എന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കത് ആവണം എന്നുണ്ട്. ഓർമ്മ വെക്കും തൊട്ട് സ്കൂൾ സെഷൻ തൊട്ടേ ഉള്ളതാണ്. എന്റെ ബുക്കിലൊക്കെ ഞാൻ എഴുതിയേക്കും ഡോക്ടർ ഷെഹന, ഉപ്പാടെ പേര് കൂട്ടിച്ച് ഇങ്ങനെ എഴുതിയേക്കും. ഉപ്പാക്ക് ഇങ്ങനെ ഫസ്റ്റ് എന്താ പറയാ വർക്ക് ചെയ്തിട്ട് സാലറി കൊടുക്കുന്ന ലൈക്ക് അക്യുപഞ്ചറിന് ചേർന്നപ്പോ അതിനെപ്പറ്റി അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമാണ്. എന്നെ കൊണ്ട് MBBS ഒന്നല്ല, പക്ഷെ എന്നെ കൊണ്ട് ആൾക്കാരെ രോഗം മാറ്റാൻ പറ്റുന്ന ഇതിൽ ചേർന്നപ്പോ തന്നെ എന്റെ ഒരു വലിയൊരു സ്വപ്നം എന്താ പറയാ പോവാണ്. ഇത് ഒരു കടപ്പാട് ഞാൻ എന്റെ വീട്ടിൽ അത്ര വിഷമിച്ചിട്ട് ഇറങ്ങി പോകുന്ന ആളാണ്. ഒരിക്കലും അവിടെ പോകില്ല. നമുക്ക് എല്ലാവരും പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്റെ വീട്ടിൽ ഫാമിലി എല്ലാവരും ഞാൻ വീട്ടിൽ വന്നു. ഒരിക്കലും എന്റെ ജന്മത്തിൽ ഞാൻ ഹസ്ബൻഡ് പോയിട്ടില്ല. റീസൺസ് അടക്കം പറഞ്ഞു. അവര് പറഞ്ഞു മോളെ വീട്ടിൽ പോയി മോങ്ങനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്നലെ വീട്ടിൽ പോയി ഏറ്റവും വെറുപ്പുണ്ടായി നാട്ടിനെ കെട്ടി പിടിച്ച് ഉമ്മ കൊടുത്ത് ഹഗ് ചെയ്ത് സലാം പറഞ്ഞ് ഇത് തന്നെ ഞാൻ പറഞ്ഞു നാനോട് ഫസ്റ്റ് ഞാൻ മെസ്സേജ് മാമിനോട് പറഞ്ഞു ഞാൻ നാട്ടിൽ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് പേര് 5 ദിവസം കോൺഫിഡൻസ് ഇല്ല, എന്നെ വീട്ടിൽ കിട്ടുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. വീട്ടിൽ എനിക്കൊരു പകുതി സമാധാനം. പിന്നെ ഞാൻ ഒരു കോൺഫിഡൻസിൽ ഞാൻ മറ്റേ എഫർമേഷനോ എല്ലാം കൂടി ഇതായിട്ട് ഓടി മനസ്സിൽ പിടിച്ച് ഇത്രയും ഇതായിട്ട് കൂടെയൊക്കെ പറഞ്ഞപ്പോൾ ആളും ഞാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആളെ സംസാരിക്കുക ശരിയാക്കില്ല മനസ്സിനെ മാറ്റുക ഇതിൽ തോന്നി അപ്പം തന്നെ കിട്ടണം അങ്ങനെ ഭയങ്കര ആളാണ്. സെക്ഷലി ഭയങ്കര നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും, മെന്റലി ഹെൽത്ത് എല്ലാം അടിക്കൊക്കെ ചെയ്യും. അത്രയും നല്ല ആളാണ്. ഇത് നല്ല പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തോട് എല്ലാം കോംപ്രമൈസ് ആയി. അതുപോലെ ഉമ്മാനോടും അതെ ഞാൻ കുറച്ചൊക്കെ ചോദിച്ച് പിന്നെ ഇതേ ഇറങ്ങേണ്ട ജീവിതത്തിൽ ഈ പഠിക്കൊന്നും പോയിട്ടില്ല. എത്ര നിർബന്ധിച്ച് ഞാൻ പോകാറില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇന്നലെ അങ്ങനെയൊക്കെ പോയി കേക്കൊക്കെ മുറിക്കാൻ പോയി. അത്ര ട്രാൻസ്ഫറൽ മതി. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡും കുറഞ്ഞ കഴിഞ്ഞിട്ടും മനസ്സിലാവും എക്സ്ട്രാ കിട്ടിയത് ഈ ഒരു ക്ലാസ് കാരണം. അത്ര ഹാപ്പിയാണ്. ഇന്നത്തെ ക്ലാസ്സാണ് എനിക്ക് നല്ല ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ 2005 കിട്ടിയ ഏറ്റവും വലിയ നേട്ടം പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്റെ മകനൊരു ഒരു മോനുണ്ടായിരുന്നു വിചാരിച്ചു. പക്ഷെ അൽഹംദുലില്ല എനിക്ക് മുബശ്ശിറമ്മനെ പരിചയപ്പെടാനും ഒരു കാര്യത്താണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ഇപ്പൊ റൂമില് 8 പേരിക്കുണ്ടെന്നാണ് എനിക്ക് അവരോടൊക്കെ പറയാൻ പറ്റും. ഞാൻ ഒരു ക്ലാസ്സിലാണ് നിങ്ങളൊന്നും വിചാരിക്കുന്നു. പക്ഷെ 2 ദിവസം മുന്നേ എനിക്ക് ഇതുപോലെ പറയാൻ പറ്റിയിരുന്നില്ല. ആ ചെറിയ കുട്ടികളെ അടുത്തേക്ക് പോകുമ്പോൾ അതൊക്കെ പോയി ലാസ്റ്റ് ടൈം എനിക്ക് അവരോട് പറയാനും മതി. പക്ഷെ ഇത്ര 8 പേരോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ക്ലാസ് ആയതുകൊണ്ടാണ് അങ്ങോട്ടൊന്ന് മാറിയിട്ട് നടക്കിയിരുന്നു. ഞാൻ ഹെഡ്സെറ്റിന്റെ ചാർജ് പോയി. എന്നാലും ഞാനത് മുഴുവൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് എടുക്കുള്ളൂ ഒരു ഭാഷയിൽ എഴുതുന്നുണ്ട്. എനിക്ക് മുന്നോട്ട് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഈ ക്ലാസ്സിൽ വന്നപ്പോ. ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരുന്നത്. എനിക്ക് എന്താ പറയാ ഞാൻ കരഞ്ഞിട്ടൊക്കെ പറഞ്ഞ പോലെ കരഞ്ഞിട്ടൊക്കെ വന്നിട്ട് ഇരുന്നതാണ്. പിന്നെ ക്ലാസ് കഴിഞ്ഞ ആ തെറാപ്പിയൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞാൻ ഈ ഗോള് എടുത്തു വെക്കാകുമ്പോ എനിക്ക് 100 ഡൗട്ടാണ്. ഞാൻ വെച്ചാൽ ഇപ്പോ പഠിപ്പ് കഴിഞ്ഞു, പിന്നെ എന്റെ 2 കോഴ്സ് 2 കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. അതായത് ആ ജേണിക്ക് ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ എന്റെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും, കാരണം എനിക്ക് ഒരു ടെൻഷൻ വന്നാൽ ഞാൻ പിന്നെ അതോടെ ഡൗൺ ആയി. പിന്നെ ഞാൻ എണീക്കില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എനിക്കൊരു വിഷമം വന്നാൽ പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. ഈ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിങ് ചെയ്തപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് അതിനുള്ളിൽ ഒരു റെസ്പെക്ട് ആണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. മാമിനോട് ഒരു സ്നേഹം, ഒരു റെസ്പെക്റ്റും ഒക്കെ. അപ്പൊ അങ്ങനെ